നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്ന കോൺഗ്രസിനെയാണ് നാം കണ്ടിട്ടുള്ളത്. ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. എത്രയോ ഉദാഹരണങ്ങൾ. ഈ നിലപാട് എവിടെയാണ് എത്തിച്ചത്? രാജ്യത്തെ എവിടെ എത്തിച്ചു? കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? രാജ്യമാകെ നിറഞ്ഞു നിന്ന പാർട്ടിയായിരുന്നല്ലോ കോൺഗ്രസ്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇപ്പോ ബി ജെ പി വിലസുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. എല്ലാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നില്ലേ? ഈ സമീപനം, വർഗീയതയോട് സമരസപ്പെടൽ, ശക്തമായ വർഗീയ നിലപാട് സംഘപരിവാർ ഉയർത്തുമ്പോ മൃദുവായ സമീപനം സ്വീകരിച്ച് അതിന്റെ ഓരം ചേർന്ന് നിൽക്കൽ എവിടെ എത്തിച്ചു കോൺഗ്രസിനെ? കോൺഗ്രസിന്റെ വലിയൊരു നിര നേതാക്കളെ എടുത്തു നോക്കൂ. AICCയുടെ ഭാരവാഹികള്, നേതാക്കള്, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന മുഖ്യമന്ത്രിമാര്, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാര്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കള്, ഇവരിൽ വലിയൊരു നിര ഇന്ന് കോൺഗ്രസിലില്ല. അവരെ BJP-യിൽ കാണാം. ഇപ്പോ വിവിധ സ്ഥാനങ്ങളിൽ കാണാം. അവർ മാത്രമല്ല പോയത്. ഈ നയമില്ലായ്മ കാരണം അണികളും പോയി. അണികളും BJP-യോടൊപ്പം ചേർന്നു. അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? ഇപ്പോഴും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ടോ? വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടല്ല എതിർക്കേണ്ടത്. വർഗീയതയുടെ ആടയാഭരണങ്ങൾ അണിയുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ കാണാൻ കഴിയില്ലേ ഇന്ത്യയിലാകെ? നിലപാടുകളിൽ വ്യത്യാസമില്ലായ്മ, എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? സംഘപരിവാർ ജനങ്ങളുടെ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് പരസ്യ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളമില്ലേ? ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം? ഈ നില രാജ്യത്തിന് ഗുണകരമായിട്ടുള്ളതല്ല. നാം കാണേണ്ടത് നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഭീഷണികളുടെ നിലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭീഷണി മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ളത് തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുക്കാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, സംഘപരിവാർ. അവരതിനെതിരായിരുന്നു, പൂർണ്ണമായും എതിര്. RSSന്റെ തലവൻ ഗോൾവാൾക്കർ ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, യുവാക്കൾ വെറുതെ അവരുടെ ആരോഗ്യം കളയരുത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത്. ഇതാണ് നൽകിയ ഉപദേശം. അവിടെ ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹത്തെ കണ്ട്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് അഭിപ്രായമില്ല, നിങ്ങളിവിടെ തുറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
ആ പറഞ്ഞതും സംഘപരിവാർ നേതാക്കളായിരുന്നു. ഇപ്പോ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട് ചില പേരുകൾ ഇടുന്നതിനെ കുറിച്ച്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ നരകതുല്യമായ തടവറയായിരുന്നു അന്തമാൻ. ആ തടവറയിൽ കഴിഞ്ഞ ധാരാളം ആളുകൾ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുമുണ്ട്. അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജയിലിലെത്തപ്പെട്ടത്. ആ സമരത്തിന്റെ പോരാളികൾ എന്ന നിലക്ക് അവിടെ അടിയുറച്ചു നിന്നു. എന്നാൽ സംഘപരിവാറിന്റെ ഒരു നേതാവ് അവിടെ എത്തപ്പെട്ടു, മാപ്പ് എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവ ചെയ്തുകൊള്ളാം, ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യാതൊരു നടപടിയും എന്റെ ഭാഗത്തുണ്ടാകില്ല, അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അത് ബ്രിട്ടൻ അംഗീകരിച്ച് അദ്ദേഹം പുറത്തു വരുന്നു. സാധാരണ നിലക്ക് അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര പോരാളിയായിട്ടല്ല കാണുക, വഞ്ചകനായിട്ടാണ്. പക്ഷേ സംഘപരിവാറിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ അവരെ തങ്ങളും സ്വാതന്ത്ര്യസമര പോരാളിയാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരിത്രം തിരുത്തുന്നു. ഇത്തരം ആളുകളെ അടക്കം മഹാന്മാരായി പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ചരിത്രത്തിൽ സ്ഥാനമുള്ള ആളുകളെ വലിച്ചു താഴെയിടണം. അത് ചെയ്യാൻ സംഘപരിവാറിന് മടിയില്ല. കഴിഞ്ഞ പാർലമെന്റിൽ ഒരു രംഗം നാം കണ്ടു. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിൽ ഇടപെട്ട് സംസാരിക്കുന്നു. അദ്ദേഹം കഠിനമായി ആക്ഷേപിച്ചത് അംബേദ്കറെ. നാം മഹാനായ അംബേദ്കർ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മഹാനായ അംബേദ്കറെ പുച്ഛം. മറച്ചുവെക്കുന്നില്ല, പരസ്യമായി പറയുന്നു. എവിടുന്ന് വന്നു ആ പുച്ഛം? രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും തുടക്കം മുതൽ അംഗീകരിച്ചിട്ടില്ല സംഘപരിവാർ. ആർഎസ്എസിന്റെ നിലപാട് ഭരണഘടന അംഗീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പുറത്തു വന്നു. എന്തായിരുന്നു അത്? അതിനെ എതിർത്തുകൊണ്ട്. എന്റെ എതിർപ്പിന് പറഞ്ഞ കാരണം മനുസ്മൃതി ഉൾക്കൊള്ളുന്നില്ല. രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങളും സ്വാംശീകരിച്ച ഭരണഘടനയാണ്. അതിനെയാണ് വേണ്ടെന്നും മനുസ്മൃതിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും ആർഎസ്എസ് എന്ന് പറഞ്ഞത്. അന്നു മുതൽ ഇതേവരെ ആ നിലപാടിലാണ് ആർഎസ്എസും സംഘപരിവാറും. ആ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അതിന്റെ ഏറ്റവും പ്രധാന ശില്പി, അതിന്റെ നായകൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നുവെന്ന് രാജ്യമാകെ അംഗീകരിച്ചതാണ്. സഹിക്കുന്നില്ല ആർഎസ്എസിനും സംഘപരിവാറിനും. അതാണ് അമിത്ഷായുടെ വാക്കുകളിൽ പ്രകടമായത്. ഇത് മാത്രമല്ല,
മറ്റൊന്നുമുണ്ട്. ചാതുർവർണ്ണ്യം, 4 വർണ്ണങ്ങൾ മനുഷ്യർ. ഈ 4 വർണ്ണത്തിലും പെടാത്തവർ പട്ടികജാതി പട്ടികവർഗം. ഇപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥക്കാർക്ക് ഈ 2 വിഭാഗം മനുഷ്യരെയല്ല, മനുഷ്യരായിട്ട് കണക്കാക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ആ വിഭാഗത്തിൽപ്പെട്ടയാളാണല്ലോ ഡോക്ടർ അംബേദ്കർ. സഹിക്കുന്നില്ല. ചാതുർവർണ്ണ്യ ബോധം, ആ സവർണ ബോധം, അതാണ് മഹത്തായ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നാക്കിൽ കൂടി പുറത്തു വന്നത്. ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന അതിഗുരുതരമായ അവസ്ഥയാണെന്ന് നാം കാണണം. ഇവിടെ നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന നയമാണ് BJP ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നയം കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല. നവോദാരവൽക്കരണ നയം അംഗീകരിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താനാകില്ല. നവോദാരവൽക്കരണ നയം വേണ്ടെന്ന് വെക്കണം. ബദൽ നയം വേണം. ആ ബദൽ നയമാണ് കേരളം നടപ്പാക്കുന്നത്. ആ ബദൽ നയം നടപ്പാക്കിയതിന്റെ പ്രത്യേകതയാണ് കേരളത്തിൽ കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിലും ഒരു കാര്യം മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. നമ്മുടെ അതിദരിദ്ര വിഭാഗം 2 വർഷം മുൻപ് അതിദരിദ്ര വിഭാഗത്തിന്റെ ഒരു കണക്കെടുത്തപ്പോ കേരളത്തില് 0.7% അതിദരിദ്രരുണ്ട്. 64,006 കുടുംബം. LDF ഗവൺമെന്റും അത് ഗൗരവമായി എടുത്തു. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു. ഇപ്പൊ 2 വർഷം പിന്നിട്ടു. എങ്ങനെയാ മോചിപ്പിക്കുക? അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യം മാറണം, മെച്ചപ്പെടണം, വരുമാന മാർഗമുണ്ടാവണം, ഭക്ഷണത്തിന് സൗകര്യമുണ്ടാവണം, മറ്റു ജീവിത സൗകര്യങ്ങൾ ഒരുങ്ങണം. ഇതിന്റെ ഓരോ കുടുംബത്തിന്റെയും വിശദമായ കണക്കുകൾ തയ്യാറാക്കി ഏതൊക്കെയാണ് ക്ലേശ ഘടകങ്ങൾ എന്ന് കണ്ടെത്തി അവ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞത് 2025 നവംബർ 1 എല്ലാവരെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്നാണ്. ഇപ്പോ ആ വഴിക്ക് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്നത്. ഉറപ്പാണ് ഈ വർഷം, ഇപ്പോ ജനുവരി 3 ഈ വർഷം നവംബർ 1 നമ്മുടെ കേരളത്തിൽ ഒരു അതിദരിദ്ര കുടുംബവും ഉണ്ടാകില്ല. അങ്ങനെ പറയാൻ കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് ഈ രാജ്യത്ത് കഴിയോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു പരിപാടി മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ടോ? എന്തേ? അവിടെയാണ് നയത്തിന്റെ പ്രശ്നം. ഇവിടെ നവ ഉദാരവൽക്കരണ നയമല്ല നടപ്പാക്കുന്നത്, ബദൽ നയമാണ്. ആ ബദൽ നയം നടപ്പാക്കുമ്പോഴാണ് നാടിന്റെ അവസ്ഥയിൽ മാറ്റം വരിക, ജീവിത സാഹചര്യത്തിൽ മാറ്റം വരിക. ഇപ്പൊ ഒരുപാട് എതിർപ്പുകൾ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്ന ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വന്നില്ലേ?
UDF കൊടുത്തിരുന്ന പെൻഷൻ 600 രൂപയായിരുന്നു. ആ പെൻഷനോ 1.5 വർഷത്തെ കുടിശ്ശിക കിടക്കുകയായിരുന്നു. 2016 LDF ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം ചെയ്ത നടപടി, ആദ്യത്തെ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. പിന്നെ അത് മെല്ലെ വർദ്ധിക്കാൻ തുടങ്ങി. 600-ൽ നിന്ന് 1600-ലെത്തി. 60 ലക്ഷത്തിലധികം പേർക്ക് 1600 രൂപ വീതം ഓരോ മാസവും കൊടുക്കുന്ന നില ഈ കേരളം സ്വീകരിക്കുന്നു. അതിവിപുലമായ ക്ഷേമപ്രവർത്തനം സഹിക്കുന്നില്ല. ആർക്ക്? നവോത്ഥാനവർഗ നയത്തിന്റെ വക്താക്കൾക്ക്. പാവപ്പെട്ടവരെ ഇങ്ങനെ സഹായിക്കേണ്ട കാര്യം എന്ത്? സംസ്ഥാനത്തിന്റെ കഴുത്ത് പിടിക്കാൻ പുറപ്പെട്ടു. ആദ്യം ഉപദേശം നോക്കി, നിങ്ങൾ ഈ വഴിക്ക് പണം അധികം ചെലവാക്കരുത്. ആ ഉപദേശം കേൾക്കുന്നില്ല എന്ന് വന്നപ്പോ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കൽ ആരംഭിച്ചു. ആദ്യം ചെയ്ത നടപടി എന്താണെന്നറിയോ? ആ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. ആ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനം എടുക്കുന്ന വായ്പയുടെ പരിധിയിൽപ്പെടുത്തും എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കലാ ഉദ്ദേശിച്ച്. ആ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിച്ചു. ഇതല്ലേ? അതിന്റെ പിന്നാലെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കൽ ആരംഭിച്ചു. അപ്പോ ചില മാസങ്ങൾ കൊടുക്കാൻ കഴിയാതെ വന്നു. സർക്കാർ അസംബ്ലിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ഇത്ര മാസങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. എന്നാൽ എല്ലാ മാസവും കൃത്യമായി തന്നെ ഈ പെൻഷൻ കൊടുക്കും. ഇപ്പോ എല്ലാ മാസവും പെൻഷൻ കൊടുത്തു വരികയാണ്. അതിന്റെ കൂടെ കുടിശ്ശിക അത് കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം 2 ഗഡു കൊടുക്കുമെന്നാണ് പറഞ്ഞു. 1 കൊടുത്തു, അടുത്തത് മാർച്ച് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് പറഞ്ഞതുപോലെ കൊടുത്തു തീർക്കും. ഇതൊന്നും നവ ഉദാരവൽക്കരണ നയക്കാർക്ക് സഹിക്കുന്ന കാര്യമല്ല. ഇവിടെ നമ്മുടെ നാടിന്റെ വികസന രംഗം പരിശോധിച്ചാൽ, ഓരോ മേഖലയിലും നാം നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെയധികം. നമുക്ക് ചെലവിടാൻ പണമില്ല, നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നിറവേറ്റും? അതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി 2016 ആ ഗവൺമെന്റ് പറഞ്ഞു, ഈ ഗവൺമെന്റിന്റെ കാലാവധിയിൽ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടത്തും, വിവിധ പദ്ധതികൾ ഏറ്റെടുക്കും. 2021 ആ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ 50 അല്ല 62,000 കോടി. ഇപ്പോ 90,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന സംസ്ഥാനത്താകെ ഏറ്റെടുത്തിരിക്കുന്നത്. സഹിക്കുന്നില്ല. ആർക്ക്? കേന്ദ്ര ഗവൺമെന്റിന്, നവ ഉദാരവൽക്കരണ നയത്തിന്റെ വക്താക്കൾക്ക്. കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? നിങ്ങൾ ഇങ്ങനെ ഒരു കിഫ്ബി മുഖേന പണമെടുക്കുന്നുണ്ടല്ലേ, അങ്ങനെ എടുക്കുന്ന പണം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. എന്താ ഉദ്ദേശം?